അപ്പൊ ചേച്ചി, നമ്മുടെ ഇന്നത്തെ പെർഫോമറെ വിളിക്കാനുള്ള സമയം ഇങ്ങനെ അടുത്ത് വന്നിരിക്കുകയാണ്. ഇന്നത്തെ പെർഫോമർക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതായത് ചേച്ചി ഒരുപാട് പാട്ടിന്റെ പല മേഖലയിലും കൈവച്ചിട്ടുണ്ട്. ഒരുവിധം എല്ലാം ട്രൈ ചെയ്ത് പയറ്റി തെളിഞ്ഞ ആളാണ്. പക്ഷെ എപ്പോഴെങ്കിലും വിസിലിംഗ് ട്രൈ ചെയ്തിട്ടുണ്ടോ? എന്റെ ഗുരുനാഥ് തഞ്ചാവൂർ എസ് കല്യാൺ രാമൻ സർ ഫുൾ കോൺസേർട്ട് വിസിൽ ചെയ്തിട്ടുണ്ട്. അത് ശരി. അപ്പോ അപ്പൊ അവർ ചെയ്യുന്ന ആ സമയത്ത് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അതും ട്രൈ ചെയ്തു. അത് ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ റേഞ്ചിന്റെ പ്രശ്നമാണ്. വിസില് ഒരു ഏകദേശം ഒരു ഓക്ടേവ് കിട്ടിയാൽ വലുതാണ്. അതിന്റെ മുകളിലും താഴെയും കിട്ടുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഈ വിസിലിംഗ് ചെയ്യാന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ള കാര്യമല്ല, അത് ഇത്തിരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അത് ചെയ്യുന്ന ഒരു മിടുക്കി ആയിട്ടുള്ള ഒരു കുഞ്ഞു കുട്ടി, വലിയ കുട്ടിയല്ല, കുഞ്ഞൊരു കുട്ടിയാണ് ഇന്ന് നമ്മുടെ പെർഫോമർ ആയിട്ട് വരാൻ പോകുന്നത്. അപ്പൊ കുറച്ച് ഇൻട്രസ്റ്റിംഗ് പെർഫോമൻസ് കാണാനുള്ള സമയമാണ്. നമുക്ക് എന്തായാലും വെൽക്കം ചെയ്യാം അല്ലെ? ഓക്കെ, സോ റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ വെൽക്കം ചെയ്യുന്നു ശ്രുതി സാന്ദ്ര. റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. ശ്രുതി സാന്ദ്ര, അതായത് ശ്രുതി ശുദ്ധമായി സംഗീത സാന്ദ്രമായി വിസിൽ ചെയ്യുന്ന കുട്ടിയാണ്. എല്ലാ വീട്ടിലെല്ലാരും എന്താ വിളിക്കുക? കുങ്കു. കുങ്കു 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 അതെന്തുകൊണ്ടാണ്? കുക്കൂന്ന് കേട്ടിട്ടുണ്ട്, കുങ്കു കുങ്കു കേട്ടിട്ടില്ല. എന്തുകൊണ്ട് കുങ്കു? അതിനർത്ഥമില്ല. അത് ശരിയാണ്, കാരണം ശ്രുതി സാന്ദ്രത്തിനായിട്ട് ഒരു യോജിപ്പില്ലാത്ത പേരാണ് കുങ്കു. സ്ഥലം പറയൂ, വീട് എവിടെയാണ്? പരവൂര്, കൊല്ലം. പരവൂരാ, കൊല്ലത്ത്. ഏത് ക്ലാസ്സിൽ പഠിക്കണു? ഫിഫ്തില് പഠിക്കുവാണ്. അപ്പൊ ഈ സ്കൂളിലൊക്കെ വെറുതെ ഇരിക്കുമ്പോ ഫ്രീ ടൈമിലൊക്കെ വിസിലിംഗ് ഒക്കെ ചെയ്യാറുണ്ടോ കുട്ടികളെയൊക്കെ കേൾപ്പിക്കാൻ? ലാസ്റ്റ് പീരീഡിലൊക്കെ. ഓക്കെ. എങ്ങനെ ഇങ്ങനെ വിസിൽ ചെയ്ത് തുടങ്ങി? അങ്ങനെ ജസ്റ്റ് അത് കോവിഡ് ആയിരുന്നപ്പോഴേ വീട്ടിൽ വെറുതെ ഇരുന്നപ്പോ ചെയ്തു നോക്കിയത്. അതല്ലേ? പക്ഷെ കോവിഡില് വെറുതെ ഇരുന്ന് കുട്ടിക്ക് ബോറടിച്ചു. അപ്പൊ ഇങ്ങനെ വെറുതെ ചൂളമടിച്ച് കറങ്ങി നടക്കാം ഇങ്ങനെ വിചാരിച്ച് വിസിലിംഗ് ട്രൈ ചെയ്തു. എന്തോ റെക്കോർഡ് ഉണ്ടോ? അതെയോ ഏതോ ഒരു അസോസിയേഷന്റെ ഭാഗമാണെന്ന് കേട്ടല്ലോ. ഏതാണ്? യംഗസ്റ്റ് മെമ്പർ ആണ് അല്ലേ? അതില് ഏറ്റവും ചെറിയ ആ വിസിലേഴ്സ് അസോസിയേഷനിലെ വളരെ പ്രായം കുറഞ്ഞൊരു മെമ്പറാണ് നമ്മുടെ ശ്രുതി സാന്ദ്ര. പാട്ട് പാടുവോ? പാട്ടും പാടും വിസിലും ചെയ്യും. അപ്പൊ എന്തായാലും നമുക്ക് ഈ വിസിലിംഗ് അത് കേൾക്കാം. അതിനു മുമ്പ് വീട്ടിൽ നിന്ന് വന്നിരിക്കുന്ന അവരെ കൂടി ഒന്ന് പരിചയപ്പെടാം. എല്ലാവർക്കും നമസ്കാരം, റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. അച്ഛന്റെ പേര് പറയും. എന്റെ പേര് സജിത് സാന്ദ്ര. എന്ത് ചെയ്യണു? ഞാനൊരു മ്യൂസീഷ്യനാണ്, കീബോർഡിസ്റ്റാണ്. കീബോർഡിസ്റ്റാണ്. സൂപ്പർ. അപ്പൊ ഈ ഒരു വിസിലിംഗ് കോവിഡിന്റെ സമയത്താണ് കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞു. കുട്ടി തന്നെ കണ്ടുപിടിച്ച ഒരു ടാലന്റ് ആണ്. ആ ഒരു സംഭവം ഇങ്ങനെ ചെയ്തു നോക്കിയപ്പോ നിങ്ങളുടെ മനസ്സിൽ എന്തായിരുന്നു? കൊള്ളാം. ആദ്യം ഒന്നും പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല, പെൺകുട്ടിയല്ലേ, ഓടിക്കുന്നൊരു മോശമാണെന്ന് തോന്നി. പിന്നീട് അത് നന്നായിട്ട് തോന്നി എന്ന് അതിനുശേഷമാണ്. ഗ്രേറ്റ്. അപ്പൊ ആ ഒരു പ്രോത്സാഹനം ഇവിടം വരെ കൊണ്ടെത്തിച്ചു. അത് ഇനിയും ഒരുപാട് വേദികളിൽ പെർഫോം ചെയ്യാൻ സാധിക്കട്ടെ അല്ലേ? ഇനി ഇതാരാണ്? മൂത്ത മകളാണ്. പേര്? സ്നേഹസാന്ദ്ര. ഓ സ്വീറ്റ്. പാട്ട് പാടുവോ? ഇല്ല. വിസിലടിക്കോ? ഡാൻസ് ചെയ്യോ? ഡാൻസ് ചെയ്യും. അടിപൊളി. ഇനി അമ്മേനെ പരിചയപ്പെടാം. എന്റെ പേര് സുമ. ശരി, വീട്ടില് ഒരാള് ഡാൻസ്, ഒരാള് കീബോർഡിസ്റ്റ് ആണ്, ഒരാള് പാട്ടും വിസിലും ഒക്കെയാണ്. അപ്പൊ വീട്ടില് ഒരു ബോർ അടിച്ചിരിക്കുന്ന സമയത്ത് ചേച്ചി ആരോട് എന്ത് ചെയ്യാനാ പറയാറ്? കീബോർഡ് വായിക്കാൻ പറയോ, ഡാൻസ് കളിക്കാൻ പറയോ, വിസിലടിക്കാൻ പറയോ? വിസില്. അതാണ് നമുക്ക് ഇഷ്ടം അല്ലേ? പെട്ടെന്ന് ബോറടി മാറ്റാൻ ഏറ്റവും നല്ലത് ഒരു 2 പാട്ട് വിസിലിൽ അങ്ങ് ചെയ്യുന്നതാണ് ഇപ്പൊ രസം. സൂപ്പർ.